നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴി നിറച്ചതിന്റെ റെസിപ്പി നോക്കാം. തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുള്ളായിട്ടുള്ള കോഴിയാണ് എടുത്തിട്ട് ഇതിലേക്ക് മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കാണ്ട് അതിനായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, ചെറുനാരങ്ങ നീര് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇൻഗ്രീഡിയൻസിന് അളവൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ചിക്കനിൽ ഫുള്ളായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കറിച്ചട്ടി ഞാനിവിടെ മിനോൾ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് മറ്റുള്ള പാത്രങ്ങളിൽ നിന്നൊക്കെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്, നല്ലൊരു ഗ്രീൻ കളറാണ്. അതുപോലെ തന്നെ PFO ഫ്രീ ആയതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്തിന് അതൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല കേട്ടോ. നമ്മളെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും കൂടെയാണ് ഇത്. ഇവിടെ എടുത്തിട്ടുള്ള കറിച്ചട്ടി 7 ലിറ്ററിന്റെ ആണ്. ഇനി നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വലിയുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണേ. അതിനുശേഷം അത് 2 പോർഷനാക്കി മാറ്റി വെക്കാം. ഒരു പോർഷനിലേക്ക് നമുക്ക് കാഷ്യും ഉണക്കമുന്തിരിയും മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി 2 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു മുട്ട എടുത്തിട്ട് നമ്മൾ ആ തലിന്റെ ഭാഗത്ത് വെച്ച് ഹോൾ അടച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള മുട്ടയും അതുപോലെ ഫില്ലിങ്സും വെച്ച് തുന്നിയിട്ട് നമുക്ക് ഇതുപോലെ കാലൊക്കെ കെട്ടിയിട്ട് വെക്കാം. ഇനി കറിച്ചട്ടിയിലേക്ക് വെച്ച് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ച് തിരിച്ചും മറിച്ച് നമുക്ക് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കായിട്ട് വന്നാൽ ആ വെള്ളം ചിക്കനും മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ചിക്കൻ അതിലേക്ക് ഇട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കിയിട്ട് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കാം. ഇനി കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നിർത്തിയതിനു ശേഷം വഴറ്റി ഉള്ളിയും തക്കാളിയും മല്ലിയിലും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ആ ചിക്കന്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ചതിന് ശേഷം കാഷ്യൂ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ കോക്കനട്ട് പൗഡർ കലക്കിയത് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്താൽ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ആ മസാല എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി അത് അടച്ചു കൊടുക്കാം. നമ്മുടെ കോഴി നിറച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.